എല്ലാം കാണുക എന്നത് ആഗ്രഹമായിരുന്നു. എല്ലാം സഫലമാകുമെന്നത് പ്രാർത്ഥനയായിരുന്നു. വെയിലും വെളിച്ചവും കാറ്റും മഴയും നിഴലും നിലാവും ഒഴിഞ്ഞ ക്യാൻവാസിലെ നിറഞ്ഞ പൂമൊട്ടുകൾ ഓരോന്നായി വിടരുകയാണ് പുതിയ നിറക്കൂട്ടുകളുമായി. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ ഉത്കടമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം സഫലമാക്കാൻ ലോകം മുഴുവൻ അയാളുടെ സഹായത്തിനെത്തും. ജീവിതമെന്ന മഹാപ്രവാഹത്തിൻ്റെ ഒഴുക്കിനെതിരെ നീന്താൻ തുടങ്ങിയപ്പോൾ ഇടറി വീഴാൻ ഏറെ കാരണമുണ്ടായിരുന്നു മാരിയത്തിന്. ഓരോ തവണയും ഒഴുക്കിനു മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ ഓരോ കരങ്ങൾ അവൾക്ക് തുണയായി. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഒരു പനി വന്ന് എൻ്റെ കാലുകൾ തളർന്നത്. ആ കാലുകൾ തളർന്നതിന് ശേഷം എനിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. ചികിത്സകളും അല്ലെങ്കിൽ മറ്റുള്ള ആശുപത്രികൾ കൊണ്ടുപോയത് കാരണത്താൽ എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റിയില്ല. അന്നൊക്കെ പഠിക്കുക എന്നതിനേക്കാൾ എവിടെ ചികിത്സ കിട്ടിയാൽ ഏത് ചികിത്സ കിട്ടിയാലാണ് അവന് അസുഖം മാറുക അല്ലെങ്കിൽ നടക്കാൻ പറ്റുക എന്ന് നോക്കി കേട്ടടുത്തൊക്കെ ചികിത്സിക്കാൻ കൊണ്ടുവന്ന തിരക്കിലായിരുന്നു വീട്ടിലുള്ളവർക്ക്. അപ്പോൾ പിന്നെ പഠിക്കൽ നടന്നില്ല. ആ പഠനം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കൂടി അത് എനിക്ക് സാധ്യമായില്ല. നീണ്ട 8 വർഷത്തെ മരുന്നു മണക്കുന്ന ആശുപത്രിവാസത്തിനിടയിലാണ് മാരിയത്ത് വായനയുടെ ലോകത്തെത്തുന്നത്. ആശുപത്രി ചുമരിൻ്റെ മങ്ങിയ നിറങ്ങളെ മനസ്സിൽ നിന്ന് ആട്ടിയോടിച്ച് പകരം ഭാവനയുടെ വർണ്ണപ്രപഞ്ചത്തെ ബ്രഷുകൾ ക്യാൻവാസിലേക്ക് പകർത്തി. അന്നു മുതൽ ജയിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ചികിത്സ ഇല്ലാത്ത സമയത്ത് വീട്ടിലുണ്ടാവും. അങ്ങനെ ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ കുറേശ്ശെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ചിത്രം വരയ്ക്കുന്നത് അത്ര നന്നായി വരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജ്യേഷ്ഠത്തിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ വന്ന് അവർ ഞാൻ വരച്ച ചിത്രം കാണുന്നതും അതിന് അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചൊക്കെ എനിക്ക് വരയ്ക്കണമെന്നും അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുന്ന സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയത് വരയ്ക്കാൻ. പിന്നെ ജ്യേഷ്ഠത്തിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ലൈബ്രറിയിൽ ബുക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അങ്ങനെ വായനൻ്റെ ഭാഗം അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. സൗഹൃദങ്ങൾ ഭാവിയുടെ പുതുമേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയപ്പോൾ ആ ഒറ്റപ്പെടൽ മാരിയത്തിനെ വേദനിപ്പിച്ചു. സൗഹൃദ വലയത്താൽ മാത്രം ചുറ്റപ്പെട്ടതല്ല ജീവിതം എന്ന തിരിച്ചറിവ് സ്വയം വന്നതോടെ അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. സ്കൂൾ മുറ്റമെന്ന ആ സ്വപ്നത്തിന് കരുത്തു പകരാൻ കാലം കുഞ്ഞമ്മ ടീച്ചറിൻ്റെ രൂപത്തിലെത്തി. പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പക്ഷേ എനിക്കതിനുള്ള പഠിക്കാൻ പോകാനുള്ള സാഹചര്യമല്ല. അതല്ലെങ്കിൽ അതെങ്ങനെ തുടർന്ന് പഠിക്കുക എന്നൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞമ്മ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിന് ആ കണ്ടൊരു കാഴ്ചയാണ് എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവാവുന്നത്. ടീച്ചർ ഒരു പ്രോത്സാഹനം കൂടി അപ്പോൾ എൻ്റെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് ടീച്ചർ കൂടുതൽ ഒരു പ്രോത്സാഹനം തന്ന് പഠിക്കാൻ കൂടുതൽ ആരെങ്കിലും കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് പഠിപ്പിക്കുക എന്നൊക്കെ ടീച്ചർ എനിക്കൊരു ധൈര്യം തരുന്നതും അങ്ങനെ ഞാൻ പഠിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ 1-2 സുഹൃത്തുക്കൾ ബഷീർ സാറും സുരേന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞാൽ 1-2 സുഹൃത്തുക്കൾ വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ ഒരുങ്ങുന്നതും അങ്ങനെ ഡിസംബർ 21 മുതൽ ഞാൻ പഠിക്കാൻ ഒരുങ്ങുകയാണ്. മാർച്ച് 13 പോയി ഞാൻ എക്സാം എഴുതുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പഠിക്കാനുള്ളൊരു ആഗ്രഹവും അവരുടെ ഒരു സഹായത്താലും ഞാൻ പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും പാസ്സാവുന്നതും. ആദ്യ സ്വപ്നം യാഥാർത്ഥ്യമായതോടെ പഠനം ഒരാവേശമായി. എന്നാൽ കോളേജ് എന്ന വർണ്ണലോകത്തേക്ക് എത്താൻ പരിമിതികളേറെ ഉണ്ടായിരുന്നു. അവിടെയും കൂടെപ്പിറപ്പെന്ന വലിയ തണലിനു കീഴിൽ മാരിയത്ത് ചേർന്നു നിന്നു. 10 പാസ്സായപ്പോഴാണ് പിന്നെ തുടർന്ന് പഠിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. ആ തുടർന്ന് പഠിക്കാൻ എങ്ങനെയാണെന്നുള്ളൊരു ഒരുപാട് ബുദ്ധിമുട്ട് അതിനും ഉണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് വീട്ടിൽ നിന്ന് കോളേജിൽ പോകണമെങ്കിൽ വഴിയില്ല. വഴിയുണ്ട്, പക്ഷേ വണ്ടി വീടിൻ്റെ അടുത്ത് വരില്ല. പിന്നെ സൈക്കിളിൽ എത്തി വേണം പോകാൻ. അതിന് എൻ്റെ അനിയനാണ്, പിന്നെ അനിയൻ ഫിറോസാണ് എന്നെ എടുത്ത് കൊണ്ടുപോകുന്നത്. 2ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ പഠിക്കാനായിട്ട് വരുന്നത് കോളേജിലാണ്. അപ്പോൾ കോളേജിൽ എത്തിയ ഉടനെ ആ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ ഞാനൊരു
സുഖമില്ലാത്തൊരു കുട്ടി എന്നൊരു കാഴ്ചപ്പാട് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഇടയിൽ ഞാൻ അവരുടെ ആ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാൻ ഞാൻ തന്നെ ശ്രമിക്കേണ്ടി വന്നു. തുടർ പഠനം അത്ര എളുപ്പമായിരുന്നില്ല മാരിയത്തിന്. കണ്ട സ്വപ്നങ്ങൾക്ക് നിറം മങ്ങി തുടങ്ങിയപ്പോൾ മിനി ടീച്ചറിൻ്റെ രൂപത്തിൽ സഹായം അവളെ തേടിയെത്തി. പിന്നെ ഞാൻ ഒരു വർഷം ഡിഗ്രിക്ക് പഠിക്കാൻ ശ്രമിച്ചു. അതും വിജയിച്ചില്ല. ആ സമയത്ത് ഞാൻ വീണ്ടും വീട്ടിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് വന്നത്. കുഞ്ഞമ്മ ടീച്ചറാണ് എൻ്റെ അടുത്ത് വീണ്ടും മോളൊന്ന് എന്തെങ്കിലും വരയ്ക്കാൻ അറിയുന്നത്, ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാകുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് കളറും ബ്രഷൊക്കെ കൊണ്ടുവന്ന് തരുന്നത്. ഞാൻ ആ കളറൊക്കെ വെച്ച് TV യിൽ കണ്ട പോലെ ഫാബ്രിക് ഡിസൈൻ ചെയ്ത് നോക്കുകയാണ്. അത് നോക്കി അതിനുശേഷം എനിക്ക് ഒരുപാട് വർക്കുകൾ അങ്ങനെ കിട്ടാൻ തുടങ്ങി. ഗ്ലാസ് പെയിൻറ്റിങ്ങും സാരി ഡിസൈനിങ്ങും ചെയ്തതിന് ശേഷം കുറേ വർക്കുകൾ അങ്ങനെ കിട്ടാൻ തുടങ്ങി. അതെനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ മറ്റൊരു നല്ലൊരു ഒരു വരുമാന മാർഗ്ഗമാണ് എനിക്ക് കിട്ടിയിരുന്നത്. പ്രതിസന്ധികളും അനുഭവങ്ങളും തന്നെ പരുവപ്പെടുത്തിയെടുത്തപ്പോൾ ആ ഓർമ്മകൾ അവൾ പുസ്തക രൂപത്തിലാക്കി. അനുഭവങ്ങളുടെ തീക്ഷ്ണത കൊണ്ടോ എന്തോ വായിച്ചവരോരോരുത്തരും അവളെ തേടിയെത്തി. അവർ സഹായത്തിൻ്റെ വലതുകരം നീട്ടി. അതിൽ പിടിച്ച് അവൾ നിവർന്നു നിന്നു. ഈ പുസ്തകം വായിച്ചിട്ടാണ് വീട്ടിൽ കെ ജയകുമാർ സാറ് വരുന്നത്. ജയകുമാർ സാറ് വന്നതിന് ശേഷം അത് മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടായത് എൻ്റെ ജീവിതത്തിൽ. ഞാൻ വരച്ച ചിത്രങ്ങൾ കണ്ട് സാറ് ചിത്രപ്രദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തന്നു. അങ്ങനെ മലപ്പുറം കോട്ടക്കുന്ന് ആർട്ട് ഗാലറിയിൽ വെച്ചിട്ട് 2011 ഫെബ്രുവരിയിൽ അതിൻ്റെ ചിത്രപ്രദർശനം നടത്തി. ഒടുവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിമൺ അച്ചീവർ ഓഫ് ദി ഇയർ അവാർഡ് അവളെ തേടിയെത്തി. ആ വേദിയിൽ തന്നെ ഇരട്ടി മധുരമായി വൈസ് ചാൻസലറുടെ ജോലി പ്രഖ്യാപനവും. ശരിക്കും പറഞ്ഞാൽ ഒരു ചിത്രശലഭം, ഒരു കണക്ക് എല്ലാ സെക്ഷനിലും എല്ലാ ആൾക്കാരായിട്ട്, അതായത് പരിചയപ്പെടാൻ താല്പര്യമുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന തരത്തിലാണ് ഞാൻ മാര്യത്തിനെ കാണുന്നതും പരിചയപ്പെടുന്നതും നമുക്ക് ഒരു സഹപ്രവർത്തക എന്ന നിലയിൽ കാണാൻ സാധിച്ചത്. താഴ്വാരത്ത് ആടിനെ മേയ്ക്കാനിറങ്ങിയ സാന്റിയാഗോ എന്ന ഇടയബാലനുണ്ടായ സ്വപ്നദർശനം പോലെയാണ് നമ്മുടെ ഓരോ ലക്ഷ്യവും. നമ്മിൽ തന്നെ കണ്ടെത്താമായിരുന്ന ആ നിധി ഉപേക്ഷിച്ച് ലോകം മുഴുവൻ അലയാതെ മാരിയത്ത് അവളിൽ തന്നെ അത് കണ്ടെത്തി. വീണ്ടും ഒന്നുകൂടി പറയട്ടെ, എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ ഉൾക്കടമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം സഫലമാകാൻ ലോകം മുഴുവൻ അയാളുടെ സഹായത്തിനെത്തും.